അതിനുശേഷം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നൈറ്റ് ക്യാമ്പ് ഫയറും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെയും ഇറങ്ങി. ആ നടന്നു പോകുന്ന കണ്ടില്ലേ, എൻജോയ് ചെയ്ത്. എവിടെയാണ് അവർ നടക്കുന്നത്? അതെ, ബൊട്ടാണിക്കൽ ഗാർഡനിൽ. കണ്ടില്ലേ ആ താളം പിടിച്ചുള്ള പോക്ക്? ആഹാ, എന്താ രസമല്ലേ. അതുപോലെ തന്നെ ഞങ്ങളും നടന്നു. ആഹാ, നടക്കാൻ എനിക്ക് തീരെ ഇഷ്ടമൊന്നുമില്ല. നടന്ന് നടന്ന് വേണമല്ലോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതെ, കുടയെങ്കിൽ കുടയും കുത്തിപ്പിടിച്ചങ്ങ് നടക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ ജിത്തൂടിന് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ മടി എന്നൊക്കെ പറഞ്ഞ അമ്മാതിരി മടിയുണ്ടാ? ആർക്കും ഉണ്ടായില്ല. എൻ്റെ അഹങ്കാരത്തിന് ഞാൻ നടന്നു തുടങ്ങി. നടന്നല്ലേ പറ്റൂ. അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് കുറേ പൂക്കളും നല്ല നല്ല രസമുള്ള പൂക്കളൊക്കെ കാണാൻ പറ്റി. പിന്നെ നല്ല മഴയായതുകൊണ്ട് 2 പേരുടെ കയ്യിലും കുടയുണ്ടായിരുന്നു. അതൊരു ബാധ്യതയായി തന്നെ എനിക്ക് തോന്നി. അതിനുശേഷം ഞങ്ങൾ പോയത് കൊളുക്കുമലയിലേക്കാണ്. 3 മണിയായപ്പോൾ ഞങ്ങൾ കൊളുക്കുമലയിലെത്തി. ഞാൻ പറയട്ടെ, ഇവരെല്ലാം ഈ നോക്കി നിൽക്കുന്നത് എന്താണെന്ന്? അതെ, സൺറൈസാണ് ഞങ്ങൾ നോക്കിയിരിക്കുന്നത്. എന്തോരം ജനങ്ങളാ! അതാ പതുക്കെ പൊങ്ങി വരുന്നുണ്ട് ആശാൻ. അതും ആ പഞ്ഞിക്കെട്ടിൻ്റെ ഇടയ്ക്ക് നിന്ന്. എനിക്കറിയില്ല ഇതെങ്ങനെയാണ് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന്. എനിക്ക് വളരെ സാഹിത്യപരമായി ഒന്നും പറയാൻ അറിയത്തില്ലെങ്കിലും ശരിക്കും മലയാളം പോലും സംസാരിക്കാൻ എനിക്കറിയില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഇംഗ്ലീഷ് നല്ലതായിട്ട് സംസാരിക്കാൻ അറിയാമെന്ന്. അതും അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളിത് പോയി കാണേണ്ട കാഴ്ച തന്നെയാണ്. ഭയങ്കര രസമാണ് കേട്ടോ. ആ സൂര്യൻ ഉദിച്ചു വരുന്നതും ആ മഞ്ഞും ആ ഒരു പഞ്ഞിക്കെട്ടുള്ള ആകാശവും ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്. നിങ്ങൾ